Next topic is process scheduling. So what is mean by process scheduling? We know that if you are running a single processor, so only one CPU has to do one processor at a time. Okay. If you are using multi-processing, we have to handle all the process parallelly. Okay. So we have to schedule the CPU for each process for a particular time or like according to their priority or any other criteria. So we need a scheduling. So process scheduling is the activity of the process manager that handles the removal of running process from the CPU and the selection of another process on the basis of a particular strategy. അതായത് ഓൾറെഡി റൺ ചെയ്യുന്ന പ്രോസസ്സിനെ റിമൂവ് ചെയ്തിട്ട് വേറൊരു പ്രോസസ്സിനെ CPU അലോട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് എ ഷെഡ്യൂളിംഗ്. ഒരു ഷെഡ്യൂളർ ടൈം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി അനുസരിച്ചിട്ടോ പ്രോസസ്സുകൾക്ക് ഓരോ പ്രോസസ് സിപിയുവിനെ അലോട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് എ പ്രോസസ് ഷെഡ്യൂളിംഗ്. ഓക്കെ, ഈ പ്രോസസ് ഷെഡ്യൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് പ്രോസസ് ഷെഡ്യൂളിംഗ് ക്യൂ. പ്രോസസ് ഷെഡ്യൂളിംഗ് എന്താണെന്ന് മനസ്സിലായി. ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി of the process manager that handles the removal of running process from CPU and the selection of another process on the basis of a particular strategy. Already running a process remove it where process allocate. What is mean by a process scheduling queue? Operating system maintains all the process control block in a process scheduling queue. നമ്മൾ ഈ ഷെഡ്യൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോസസ്സുകളെ ക്യൂവിലാണ് കീപ്പ് ചെയ്യുന്നത്. കാരണം എന്താ, we have to monitor who come first, ആരെ വന്നത് ഫസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രോസസ് ഷെഡ്യൂളിംഗ് ക്യൂവിലാണ് ഈ പ്രോസസ്സുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് 3 തരത്തിലുള്ള ക്യൂകളാണുള്ളത്. ഒന്ന് ജോബ് ക്യൂ, another one is ready queue and third one is device queue. So job queue എന്ന് പറയുന്നത് this queue keeps all the process in the system. job queuലാണ് currently ഉള്ള എല്ലാ പ്രോസസ്സുകളെയും സ്റ്റോർ ചെയ്തിരിക്കുന്നത് job queuലാണ്. So it's a pool of process. So job queuല് എല്ലാ പ്രോസസ്സുകളും ഉണ്ടായിരിക്കും. ഇനി job queuയിൽ നിന്ന് if the process queue keeps set of all the processes residing in the main memory ready and waiting to execute. Main മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള that is ready for the execution or waiting for the execution. എക്സിക്യൂട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന പ്രോസസ്സുകളാണ് റെഡി ക്യൂവിൽ ഉണ്ടാവുക. ഓക്കെ, സോ ജോബ് ക്യൂവിൽ നിന്ന് റെഡി ക്യൂവിൽ വരുന്ന പ്രോസസ്സ് എന്നാണ് ദാറ്റ് ഈസ് റെഡി ടു എക്സിക്യൂട്ട് ഓർ വെയിറ്റിംഗ് ഫോർ ദ എക്സിക്യൂഷൻ. വെയിറ്റിംഗ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ റെഡി എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന പ്രോസസ്സുകൾ റെഡി ക്യൂവിൽ ഉണ്ടാവും. സോ ദിസ് അനദർ ക്യൂ. ദിസ് ക്യൂ കീപ് ദ സെറ്റ് ഓഫ് ഓൾ ദ പ്രോസസ്സ് റിസൈഡിംഗ് ഇൻ ദ മെയിൻ മെമ്മറി റെഡി ആൻഡ് വെയിറ്റിംഗ് ടു എക്സിക്യൂട്ട്. ന്യൂ പ്രോസസ് ഇസ് ഓൾവേസ് ദ റെഡി. ഒരു പ്രോസസ് സ്റ്റേറ്റിലെ ഫസ്റ്റ് ന്യൂ സ്റ്റേറ്റിലെ എല്ലാ പ്രോസസ്സുകളും ഡിഫോൾട്ട് റെഡി ക്യൂലായിരിക്കും. അപ്പോൾ ജോബ് ക്യൂ കഴിഞ്ഞു, റെഡി ക്യൂ കഴിഞ്ഞു, and another queue is device queue. Device queue means it is process which are blocked due to unavailability of a input or device constitute the queue. Each device has its own. Device queue എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡിവൈസ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അത്തരം പ്രോസസ്സുകൾ ഈ ഡിവൈസ് ക്യൂവിലേക്കും. സോ ഓരോ ഡിവൈസിനും സെപ്പറേറ്റ് ക്യൂസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു പ്രിന്റർ ആണെങ്കിൽ പ്രിന്ററിന്റെ ക്യൂ ഉണ്ടാവും അല്ലെ. ആ പ്രിന്റർ റിക്വസ്റ്റ് ചെയ്യുന്ന കൂടുതൽ ഡിവൈസസ് ഉണ്ടെങ്കിൽ, systems ഉണ്ടെങ്കിൽ, processors ഉണ്ടെങ്കിൽ it should be entered in the queue and it will serve according to the order time. So device queue എന്ന് പറഞ്ഞാൽ ഓരോ ഡിവൈസിനും ക്യൂസ് ആണ്. ആ ഡിവൈസ് റിക്വസ്റ്റ് ചെയ്ത അതിന്റെ അൺഅവൈലബിലിറ്റി അനുസരിച്ച് അത് അതിന് ബ്ലോക്ക് ആയിട്ട് ആ ക്യൂല് വെയിറ്റ് ചെയ്തിരിക്കും. ഇത്രയും ക്യൂസ് ആണ് നമ്മൾ പ്രോസസ് ഷെഡ്യൂളിംഗിൽ ഉപയോഗിക്കുന്നത്. ഇനി ഷെഡ്യൂളിംഗ് എങ്ങനെയാണെന്ന് പഠിക്കാം. കോമൺ റെപ്രസെന്റേഷൻ ഓഫ് പ്രോസസ് ഷെഡ്യൂളിംഗ് ഈസ് എ ക്യൂയിങ് ഡയഗ്രാം. നമ്മൾ കോമൺ ആയിട്ട് ഷെഡ്യൂളിംഗ് ക്യൂയിങ് ഡയഗ്രാം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ റെഡി ക്യൂവും ആൻഡ് വാരിയസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യൂസും കാണാം. സോ നമ്മൾ ഈ റെഡി ക്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് യൂസിങ് എ ലിങ്ക് ലിസ്റ്റ്. ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് റെഡി ക്യൂ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. റെഡി ക്യൂവിന് ഒരു ഹെഡർ ഉണ്ടായിരിക്കും, header file and tail. So header is always pointing to the first process. First process ne aayirikkum process. This is process control block. 7 എന്ന് പറയുന്ന process control block ആണ് ഇത്. Is 7 എന്ന് പറയുന്ന process നെ ആണ് first ആയിട്ട് point ചെയ്തിരിക്കുന്നത്. And the tail is always pointing the last process. ആ ക്യൂവിലെ ഏറ്റവും എൻഡിങ്ങിലുള്ള പ്രോസസ്സ് ഏതാണോ ആ പ്രോസസ്സിനായിരിക്കും tail point ചെയ്യുക.
പിന്നെ ഈ പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ അടുത്ത പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലേക്ക് ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഹൂ ഈസ് എ നെക്സ്റ്റ് ഇൻ ദാറ്റ് ക്യൂ. സോ ദിസ് ഈസ് ദ ക്യൂ. നമ്മൾ പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ ക്യൂയുടെ വാല്യൂ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സോ ആ വാല്യൂവിൽ അടുത്ത പോയിന്റ് ചെയ്യുന്നതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യും. അപ്പൊ ഇതാണ് റെഡി ക്യൂ. ഇനി ഇതൊക്കെ അനദർ ഇൻപുട്ട് ഡിവൈസസ്, അനദർ ഡിവൈസ് ക്യൂകളാണ്. ദിസ് ഈസ് മാഗ്നറ്റിക് ടൈപ്പ് ക്യൂ, മാഗ്നറ്റിക് ടൈപ്പ് 1. ദിസ് ഈസ് ഡിസ്ക് ക്യൂ. ഡിസ്കിൽ ഇതേപോലെ തന്നെ എല്ലാം ലിങ്ക് ലിസ്റ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിസ്ക് ക്യൂവിലെ ഫസ്റ്റ് ഹെഡർ ഫസ്റ്റ് പ്രോസസ്സിനെ പോയിന്റ് ചെയ്യുന്നു, ലാസ്റ്റ് ടെയിൽ പാർട്ട് ലാസ്റ്റ് പോയിന്റിനെ പോയിന്റ് ചെയ്യുന്നു, ലാസ്റ്റ് പ്രോസസ്സിനെ പോയിന്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് അനദർ ക്യൂ, ടെർമിനൽ. ഓക്കെ, സോ ദീസ് ഓൾ ആർ ദ ഡിവൈസ് ക്യൂ ആൻഡ് ദിസ് ഈസ് എ റെഡി ക്യൂ. സോ ഒരു ഷെഡ്യൂളിങ്ങിൽ നമുക്ക് റെഡി ക്യൂ ആൻഡ് സം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ക്യൂസ് ഉണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് കോമൺ റെപ്രസെന്റേഷൻ ഓഫ് എ ക്യൂയിങ് ഡയഗ്രാം. കോമൺ റെപ്രസെന്റേഷൻ ഓഫ് ക്യൂയിങ് ഡയഗ്രാം ആണ് ഈ തന്നിട്ടുള്ളതാണ് നമ്മുടെ പ്രോസസ് ഷെഡ്യൂളിങ്ങിന്റെ ഡയഗ്രാം. ഓക്കെ, ഇതില് നമുക്ക് കാണാം രണ്ട് ടൈപ്പ് ക്യൂസ് ആണുള്ളത്. ഒന്ന് റെഡി ക്യൂ ആൻഡ് സം അതർ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യൂസ്. ഈച്ച് റെക്ടാങ്കുലർ ബോക്സ് റെപ്രസെന്റ് ക്യൂ. ഇതിലുള്ള ഓരോ റെക്ടാങ്കുലർ ബോക്സ് എന്ന് പറയുന്നത് ക്യൂവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, here it is only two queues. One is ready queue and other set of device queues. കുറെ device queues ഉണ്ട്, ready queue ഉണ്ട്. The circle represents the resources that serve the queues. സർക്കിൾ എന്ന് പറയുന്ന റിസോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹിയർ ആണ് ഇത് ഡിവൈസ് ക്യൂ ആയതുകൊണ്ട് ഈ ഡിവൈസ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അതായത് ഈ ഡിവൈസ് ക്യൂവിൽ നിന്ന് ഡിവൈസ് കിട്ടി, ദെൻ അതിനുശേഷം റെഡി ക്യൂവിലേക്ക് എൻ്റർ ചെയ്തു, അതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് എ റിസോഴ്സ് ആൻഡ് ദിസ് സർക്കിൾ ഈസ് അനദർ റിസോഴ്സ്, ദാറ്റ് ഈസ് പ്രോസസർ. ഇതൊക്കെ റിസോഴ്സസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഫ്ലോ ഈസ് ഇൻഡിക്കേറ്റ് ദ ഫ്ലോ ഓഫ് പ്രോസസ്. പ്രോസസ്സിന്റെ ഫ്ലോ ആണ് ഈ ഫ്ലോ ഡയഗ്രാം ഫ്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എ ന്യൂലി ക്രിയേറ്റഡ് പ്രോസസ് ഈസ് ഓൾവേസ് പുട്ട് ഇൻ ദ റെഡി ക്യൂ. റെഡി ക്യൂവിലായിരിക്കും ഫസ്റ്റ് ന്യൂലി ക്രിയേറ്റ് ചെയ്ത പ്രോസസ് ഉണ്ടാവുക. വൺസ് ആ പ്രോസസ്സിനെ CPU കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ CPU ഈസ് ഹാൻഡിൽ ദ പ്രോസസ്. സോ ഈ റെഡി ക്യൂവിന്റെ പ്രയോറിറ്റി അനുസരിച്ച് CPUവിലേക്ക് അസൈൻ ചെയ്യും. വൺസ് ഈ CPU റൺ ചെയ്യുന്ന സമയത്ത് there are events may occur. Sometimes it may be an event. Input output request raise ചെയ്യാം. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് വരാം. CPU നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അതിന്റെ ക്യൂവിലേക്ക് എൻ്റർ ചെയ്യും. കാരണം എന്താ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യൂവിൽ ഇരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇവന്റ് എന്ന് പറയുന്നത് CPU ഇരിക്കുന്ന സമയത്ത് ഒരു ഇവന്റ് എന്ന് പറയുന്നത് the process could issue an input output request then be placed in an input. So one issue എന്ന് പറയുന്നത് process could be issue an input output request and then placed in an input output queue. So ഒരു input output request raise ചെയ്യാം, so it enter into the input output queue. എപ്പോഴാണോ input output queue ൽ input output device that is resources കിട്ടുന്നത്, ആ resource കിട്ടിയതിനു ശേഷം it will again enter into a ready queue and waiting for the CPU. Okay, and the same time it while executing another event occur. That is, a process could create a new process and waiting for the termination. അതായത് process is terminated. So our process it's over. So that is process is waiting for the termination. So once a process പുതിയ child ചെയ്യും, അതിനുശേഷം it is exterminated. Okay, so ഈ process പുതിയ ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫോർക്ക് സിസ്റ്റം കോൾ ചെയ്യും. ദെൻ ആ ചൈൽഡ് ക്രിയേറ്റ് ചെയ്തു, ദെൻ ആ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്തു, ചൈൽഡ് അഗൈൻ എൻ്റർ ചെയ്ത് റെഡി ചെയ്യും. ഇനി അനദർ എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ടൈം സ്ലൈസ് ഈസ് എക്സ്പയർഡ്. സോ CPUവിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്തു. അനദർ ഇവന്റ് എന്ന് പറയുന്നത് ഒരു ഇന്ററപ്റ്റ് ഒക്യൂർ ചെയ്യാണ്. സോ അതിന് ഇന്ററപ്റ്റ് ഒക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ആ ഇന്ററപ്റ്റ് സെർവ് ചെയ്യും. ഇന്ററപ്റ്റ് സെർവ് ചെയ്തതിനു ശേഷം ഇറ്റ് ഈസ് അഗൈൻ എൻ്റർ ചെയ്ത് റെഡി ചെയ്യും. Once interrupt over ചെയ്ത് കഴിഞ്ഞാൽ again do. This is a scheduling diagram. This is a queuing diagram representation of a process scheduling. Okay, thank you.